തീക്കളി കളിച്ചാൽ പൊള്ളുമെന്ന് യുഎസിന് മുന്നറിയിപ്പ് നൽകി ചൈന. തായ്വാനുമായി 571 ദശലക്ഷത്തിന്റെ ആയുധ ഇടപാടിനുള്ള കരാറിന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ അംഗീകാരം. കൂടാതെ $291 ദശലക്ഷം പ്രതിരോധ സംവിധാനങ്ങളുടെ വിൽപ്പനയും അമേരിക്ക അംഗീകരിക്കുന്നു. നടപടിക്കെതിരെ കടുത്ത രീതിയിലാണ് ചൈന പ്രതികരിക്കുന്നത്. ചൈനയോടടുത്തു കിടക്കുന്ന തായ്വാൻ ഒരു ജനാധിപത്യ ദ്വീപാണ്. 7 പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ചൈനയിൽ നിന്നും വേറിട്ട് സ്വന്തമായൊരു ഭരണം ആരംഭിച്ച പ്രദേശമാണ് തായ്വാൻ. ഏകദേശം 23 ദശലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ. തായ്വാൻ തങ്ങളുടെ അധികാരപരിധിയിൽ ഉൾപ്പെടുന്ന പ്രവിശ്യയാണെന്ന അവകാശവാദമാണ് ചൈന ഉന്നയിക്കുന്നത്. തായ്വാനിൽ തങ്ങളുടെ പരമാധികാരമാണ് ചൈനയുടെ ലക്ഷ്യം. അതിന്റെ പേരിൽ കടുത്ത നടപടികളാണ് ചൈന ഈ ദ്വീപിനെതിരെ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ തങ്ങൾക്കുമേൽ പരമാധികാരം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളെ തായ്വാൻ സർക്കാർ അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ തായ്വാന് മുകളിലൂടെ ചൈന വിമാനങ്ങൾ പറത്തിയിരുന്നു. പല ലോകരാഷ്ട്രങ്ങളും ആശങ്കയോടെയാണ് ചൈനയുടെ ഈ നീക്കത്തെ വിലയിരുത്തിയത്. അതിനാൽ തന്നെ ചൈന തങ്ങൾക്കുമേൽ ഒരു ആക്രമണം നടത്തിയാൽ അതിനെ നേരിടുന്നതിന് അമേരിക്കയുടെ സൈനിക സഹായം തായ്വാന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ യുഎസിന് നന്ദി പറയുകയാണ് ചൈനീസ് അധികൃതർ. സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയുടെ ഭാഗമാകാനുള്ള തായ്വാന്റെ ശ്രമങ്ങളാണ് ഈ അടുത്ത കാലത്തായി ചൈന തായ്വാന് മേലെടുത്ത നടപടികളുടെ പ്രധാന കാരണം. ഇതേ തുടർന്നാണ് ചൈന തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ തായ്വാന് മുകളിലൂടെ പറത്തിയത്. ഇതിലൂടെ തായ്വാന് മേലുള്ള പ്രകോപനമാണ് ചൈന ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ തായ്വാനെ സഹായിക്കാനായി യുഎസ് ഇടപെടുന്നത് ചൈനയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇതാദ്യമായല്ല തായ്വാനെ സഹായിക്കാൻ യുഎസ് എത്തുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലും 569 ദശലക്ഷത്തിന്റെ സഹായം ജോ ബൈഡൻ തായ്വാന് നൽകിയിരുന്നു. തായ്വാനുമായുള്ള $385 മില്യൺ മറ്റൊരു ആയുധ കരാറിന് മുൻപ് യുഎസ് അംഗീകാരം നൽകിയിരുന്നു. എന്തായാലും യുഎസ് ഇത്തരത്തിൽ തായ്വാനെ സഹായിക്കുന്നത് തുടർന്നാൽ യുഎസിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ചൈനയുടെ മുന്നറിയിപ്പ്. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ സേവനം, സൈനിക പരിശീലനം തുടങ്ങിയവ ഇടപാടിന്റെ ഭാഗമാണ്. തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്നുള്ളതാണ് ചൈനയുടെ അവകാശവാദം. യുഎസിന്റെ ഇത്തരം നീക്കങ്ങൾ ആ മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഇല്ലാതാക്കുമെന്നതിനാൽ തായ്വാന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ചൈനീസ് അധികൃതർ യുഎസിനോട് പറയുന്നത്. മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ഈ വർഷം ആദ്യം തന്നെ തായ്വാൻ ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചൈന ഇത് അംഗീകരിച്ചിരുന്നില്ല. തന്റെ ഭരണകാലത്ത് തായ്വാനിലേക്ക് ചൈനീസ് അധിനിവേശമുണ്ടായാൽ സംരക്ഷണം നൽകാൻ ഉറപ്പ് നൽകാനാകില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. സംരക്ഷണത്തിന് പണം വേണമെന്നതാണ് ട്രംപിന്റെ ആവശ്യം.